പത്തരമാറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുത്തശ്ശൻ ദേവ്യാനിക്ക് ആരാണ് പാലിൽ വിഷം കലക്കിയതെന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലാണ്. അതിനുവേണ്ടി അനന്തപുരിയിൽ എല്ലാവരെയും വിളിച്ചു വരുത്തുകയാണ്. ദേവ്യാനിയുടെ അസുഖമാണെങ്കിൽ ഒരു വിധമെല്ലാം ഭേദമായിരിക്കുകയാണ്. നാനയ്ക്ക് കുഴപ്പമൊന്നുമില്ല. പോലീസുകാർ പ്രതിയെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ താൻ കണ്ടെത്തുമെന്ന ഉറച്ച തീരുമാനത്തിലാണ് മുത്തശ്ശൻ. അതിനുവേണ്ടി വിറപ്പിക്കുന്ന ഓരോ ചോദ്യങ്ങളാണ് മുത്തശ്ശൻ ഓരോരുത്തരോടും ചോദിക്കുന്നത്. അവസാനം മുത്തശ്ശൻ പ്രതിയെ കണ്ടെത്തുകയും കുറ്റങ്ങളെല്ലാം ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരു കിടിലൻ എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ആദർശ് മുത്തശ്ശന്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. ആദർശിനെ കണ്ട മുത്തശ്ശി പറയുന്നുണ്ട്, ദേ കൊച്ചുമോൻ വന്നല്ലോ. എന്തിനാ മുത്തശ്ശൻ കാണണമെന്ന് പറഞ്ഞത്? പറയാം. ആദർശിന് എന്തെങ്കിലും തിരക്കുണ്ടോ? ഇല്ല മുത്തശ്ശ, ഈ ഇടയായിട്ട് നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം മോന് മറക്കാൻ പറ്റുമോ? ഒരിക്കലും മറക്കാൻ പറ്റില്ല മുത്തശ്ശ. കുറച്ച് ദിവസത്തിനിടയിൽ അത്രമാത്രം വിഷമം ഞാൻ അനുഭവിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. നമ്മുടെ എല്ലാം പ്രാർത്ഥന കൊണ്ടാണ് ദേവ്യാനിക്ക് എനിക്ക് ഒന്നും സംഭവിക്കാതിരുന്നത്. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് എല്ലാവരും കരുതിയെങ്കിലും ദേവ്യാനിക്കാൾ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയത് നയനമോളാണ്. അതേ മുത്തശ്ശ, ദേവ്യാനിയുടെ മനസ്സ് എന്നിട്ട് അമ്മ മനസ്സിലാക്കുന്നില്ലല്ലോ. മോൻ വിഷമിക്കേണ്ട, ദേവ്യാനി എല്ലാം മനസ്സിലാക്കുന്നൊരു ദിവസം വരും. പക്ഷെ ഇതൊന്നും പറയാനല്ല ഞാൻ മോനെ വിളിപ്പിച്ചത്. ഇപ്പോൾ സംഭവിച്ച കാര്യങ്ങളൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ദേവ്യാനി കുടിച്ച പാലിൽ എങ്ങനെ വിഷം വന്നു? ഒന്നെങ്കിൽ ദേവ്യാനിയെ കൊല്ലാൻ നോക്കിയത്, അല്ലെങ്കിൽ നവ്യെ ഇല്ലാതാക്കുകയായിരിക്കും അവരുടെ ഉദ്ദേശം. രണ്ടായാലും ഒരു കൊലപാതകമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതേ മുത്തശ്ശ, ആരാണിത് ചെയ്തതെന്ന് എനിക്കറിയണം. ഒരിക്കലും ആ കുറ്റവാളിയെ വെറുതെ വിട്ടുകൂടാ. പുറത്തുനിന്ന് ആരുമായിരിക്കില്ല ഇത് ചെയ്തത്. അതേ മുത്തശ്ശ, എനിക്ക് ഉറപ്പുണ്ട് ഈ വീട്ടിനുള്ളിൽ ആരോ ആണ് ഇത് ചെയ്തത്. കുറ്റവാളി നമ്മുടെ വീട്ടിനുള്ളിൽ തന്നെയുണ്ട്. സംഭവം നടന്ന ദിവസം പുറത്തു നിന്ന് ആരും നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടില്ല. ഇടയ്ക്ക് അനാമികയുടെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. മോനെ, നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഒന്ന് രണ്ട് പേര് സംശയമുണ്ടോ മുത്തശ്ശ? ഒന്ന് അബിയും അപ്പച്ചിയും തന്നെയാണ്. അവരാണല്ലോ പണ്ട് മുതലേ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്. ആ സംഭവം നടന്ന ദിവസം തന്നെയാണ് അബി നയനയെ വല്ലാതെ അങ്ങ് സ്നേഹിച്ചത്. ആ ഒരൊറ്റ ദിവസം മാത്രമേ അവന് നവ്യയോട് സ്നേഹമുണ്ടായിരുന്നുള്ളൂ. സംഭവം നടന്നതിൻ്റെ പിറ്റേ ദിവസം അവൻ നവ്യയോട് ഒരു സ്നേഹവും കാണിച്ചില്ല. സത്യത്തിൽ അത് നവ്യയ്ക്ക് കൊള്ളേണ്ടതായിരുന്നു. പക്ഷെ അത് കൊണ്ടത് അമ്മയ്ക്കാണ്. മനസ്സിൽ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, അതുപോലെ ഇത് സംഭവിച്ചില്ല. അതിന്റെ പ്രതിഷേധമാണ് അവൻ പിന്നീട് നവ്യയോട് കാണിച്ചത്. ഒരു പക്ഷേ ഈ കൊലപാതകം ചെയ്തത് അവനായിരിക്കാം. എന്നാൽ എനിക്ക് വേറെ ആളുകളെയും സംശയമുണ്ട്. ആരായാലും പറയും മോനെ. ദശ, അത് വേറെ ആരുമല്ല, അനാമികയും അവളുടെ അച്ഛനും അമ്മയുമാണ്. അവരെ എനിക്ക് നല്ല സംശയമുണ്ട് മുത്തശ്ശ. അനാമികയും അവളുടെ വീട്ടുകാരും അത്ര നല്ല ആളുകളൊന്നുമല്ല. എന്തായാലും നമുക്ക് സത്യം കണ്ടുപിടിക്കണം മോനെ. ഒരിക്കലും തെറ്റ് ചെയ്തവരെ ഞാൻ വെറുതെ വിടില്ല. അതുകൊണ്ട് എല്ലാവരോടും താഴോട്ട് വരാൻ പറ. ശരി മുത്തശ്ശ. ഇത് പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അത് കേട്ട് മുത്തശ്ശി ചോദിക്കുകയാണ്, ഇദ്ദേഹം എന്ത് ചെയ്യാൻ പോവുക? അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ലടോ. നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു ക്രിമിനൽ മൈൻഡുള്ളവർ ഉണ്ട്. അത് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരുടെയും ജീവന ആപത്താണ്. ഇങ്ങനെ വിശ്വസിച്ച് ഇവിടുന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കും. ആ ക്രിമിനൽ നമ്മുടെ വീട്ടിലൊരു അംഗത്തെയാണ് ഇല്ലാതാക്കാൻ നോക്കിയത്. അതുകൊണ്ട് തന്നെ കുറ്റവാളികളെ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇത് പോലീസിനെ പോലും അറിയിക്കാതെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതിനൊരു തീരുമാനമുണ്ടാക്കണം. താൻ വാ എന്ന് പറഞ്ഞ് മുത്തശ്ശിയുടെ കൈ പിടിച്ച് താഴേക്ക് പോകുന്നുണ്ട്. ആ സമയം എല്ലാവരും താഴോട്ട് എത്തിയിട്ടുണ്ട്. ആ സമയം ജയനും അജയനും ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ എല്ലാവരോടും വരാൻ പറഞ്ഞത്? ആ സമയം ജയനും അജയനും ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ എല്ലാവരോടും വരാൻ പറഞ്ഞത്? ആ പറയാം മോനെ, എല്ലാവരും വരട്ടെ. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ എല്ലാവരും അവിടേക്ക് എത്തുകയാണ്. ആ സമയം അബി ചോദിക്കുന്നുണ്ട്, എന്താണ് അമ്മി എല്ലാവരോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അപ്പോൾ ചിലച്ച് പറയുകയാണ്, എനിക്കൊന്നും അറിയില്ല. ആ കിളവിന് സ്വത്തുക്കളെല്ലാം എല്ലാവർക്കും എഴുതി കൊടുക്കാൻ തോന്നിയോ എന്തോ. അതിപ്പോൾ സംഭവിക്കും. അമ്മ നോക്കി നിന്നോ. പിന്നെ കാണിക്കുന്നത് അനിയും അനാമികയുമാണ്. അനി അനാമികയോട് പറയുകയാണ്, ദേ അനാമിക, എത്ര നേരമായി മുത്തശ്ശൻ താഴോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞിട്ട്? ഒന്ന് വേഗം ഇറങ്ങി വാ. നിന്റെ മുത്തശ്ശൻ ആരാ? ഒത്തിരി വൈകുമ്പോഴേക്ക് നിന്റെ മുത്തശ്ശൻ എന്താണ് കാണിക്കാൻ പോകുന്നതെന്ന് കാണട്ടെ. വെറുതെ എൻ്റെ മുത്തശ്ശനെ ഓരോന്ന് പറയണ്ട. അതെനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാ. നീ വരുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോവാ. ആ സമയത്താണ് ആദർശ് അങ്ങോട്ട് വരുന്നത്. അനി ഒന്ന് വേഗം വാ, നിങ്ങളെ കാത്തിരിക്കുകയാണ് അവിടെ എല്ലാവരും. എല്ലാവരും അവിടെ എത്തി. അതിനിവളുടെ ഒരുക്കം ഒന്ന് കഴിയണ്ടേ? അനാമിക്ക് മുത്തശ്ശനാണ് വിളിക്കുന്നത്, പെട്ടെന്ന് അങ്ങോട്ട് വരാൻ നോക്ക്. അനി അവളെയും കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയുമാണ്. എല്ലാവരും എത്തിയല്ലോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എല്ലാവരും എത്തി മുത്തശ്ശ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഒരു പ്രധാന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഈയിടെ അനന്തപുരി തറവാട്ടിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നു, നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? ഈ വീട്ടിലുള്ളവർ തന്നെ പരസ്പരം കൊല്ലാൻ നോക്കുന്നു. ഇത്രയും ക്രിമിനൽ മൈൻഡുള്ളവർ ആരാണ് ഈ വീട്ടിൽ? ഇനി ഇതുപോലുള്ള സംഭവങ്ങൾ ഇവിടെ നടക്കാം.
അതിനു മുമ്പ് യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിച്ചേ പറ്റൂ. സമയം ജാനകി പറയുന്നുണ്ട്, നയനയാണ് അടുക്കളയിൽ കയറാറുള്ളത്. അവളാണ് അന്ന് പാല് കാച്ചിയതും. നയനയായിരിക്കും ഇത് ചെയ്തതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, ഞാൻ ചോദിക്കും, അതിന് ഉത്തരം മാത്രം പറഞ്ഞാൽ മതി. ഇവർ ചോദിക്കുന്നവർ മാത്രം മറുപടി പറഞ്ഞാൽ മതി, അല്ലാത്തവർ ശബ്ദിച്ചു പോകേണ്ട. എന്നാൽ മുത്തശ്ശന്റെ രീതികളെല്ലാം കണ്ടിട്ട് അനാമിക പറയുന്നുണ്ട്, ഇങ്ങേരെന്താ പോലീസോ? പോലീസുകാരേക്കാൾ അപ്പുറ. അപ്പോൾ മുത്തശ്ശൻ ജാനകിയോട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മോൾ പാല് കാച്ചി വെച്ചിട്ട് തണുക്കാൻ വേണ്ടി റൂമിലേക്ക് പോയപ്പോൾ ആ സമയത്ത് പാലിൽ നീ വിഷം കലർത്തി. അങ്ങനെ സംഭവിച്ചു കൂടെ? നിഷേധിക്കാൻ നിനക്ക് പറ്റുമോ? അച്ഛാ, അതിന് ഞാൻ കിച്ചണിൽ കയറിയിട്ടില്ലല്ലോ. കയറിയിട്ടില്ലെന്ന് നിനക്കല്ലേ അറിയൂ. കിച്ചണിൽ കയറി വിഷം കലർത്തി എന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? അച്ഛാ, അതിന് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതുപോലെ തന്നെയാണ് നയനമോളുടെ അവസ്ഥ. ആ കുട്ടി ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇവിടെ ആർക്കും അറിയില്ല. തെറ്റിദ്ധാരണയുടെ പുറത്ത് ആരെയും സംശയിക്കാനാകില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ആര് ഈ ചതി ചെയ്താലും ഉടൻ തന്നെ കണ്ടുപിടിച്ചിരിക്കും. ഈ കാര്യം പോലീസിനെ അറിയിക്കാതിരുന്നത് ഇത്രയും കാലം ഈ കുടുംബത്തിനുണ്ടായ സൽപ്പേര് പോകുമെന്ന് കരുതിയാണ്. എങ്കിലും ഇത്രയും കുടുംബത്തിന് കഷ്ടപ്പെടുത്തിയ പ്രതിയെ കണ്ടുപിടിക്കേണ്ടത് എൻ്റെയും കൂടി ആവശ്യമാണ്. അതും പ്രതി ഈ വീട്ടിൽ തന്നെയുള്ളപ്പോൾ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ ഒരു അരമണിക്കൂർ സമയം തരാം. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നല്ലോണം ആലോചിച്ച് ഉത്തരം പറയണം. അതായത് കാര്യങ്ങൾ സത്യസന്ധമായിരിക്കണം എന്നർത്ഥം. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അരമണിക്കൂർ സമയം തരും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ആലോചിച്ച് ഉത്തരം പറയുക. നിങ്ങൾ പറയുന്ന ഉത്തരം കള്ളമാണ് തോന്നുകയാണെങ്കിൽ അത് തെളിയിച്ചിരിക്കും. ഇതെല്ലാം കേട്ടിട്ട് അനാമികയ്ക്കാണെങ്കിൽ ആകെ തല മിന്നുന്നത് പോലെ തോന്നുകയാണ്. അനാമികയാണെങ്കിൽ ആകെ പേടിച്ചിട്ട് റൂമിലേക്ക് പോവുകയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ രേവതി വിളിക്കുന്നുണ്ട്, എൻ്റെ പൊന്നമ്മേ, അമ്മയൊന്ന് ഫോൺ എടുക്ക്. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചാൽ അമ്മ ഫോൺ എടുക്കില്ല. അങ്ങനെ രേവതി ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ അമ്മേ. എന്താ മോളെ, ഇത്രയും പെട്ടെന്ന് അമ്മയും അച്ഛനൊന്നും ഇങ്ങോട്ട് വാ. എന്താ മോളെ? അച്ഛൻ ഇവിടെയില്ല, ഏതൊരു കടക്കാരൻ്റെ കൂടെ പോയിരിക്കുകയാണ്. മോളെ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കുകയായിരുന്നു. മോളെ കയ്യിൽ ഉപയോഗിക്കാത്ത ഗോൾഡ് ഉണ്ടോ? തൽക്കാലം കടക്കാരന് 50,000 കൊടുക്കാം. അമ്മയ്ക്ക് പണത്തിൻ്റെ ഒരു വിചാരം മാത്രമേ ഉള്ളൂ. ഞാനിവിടെ ആകെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. എന്താ മോളെ, എന്താ കാര്യം? എന്താ മോളെ, എന്താ കാര്യം? ഞാനിവിടെ പെട്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അച്ഛനും അമ്മയും എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. അമ്മേ, ഇവിടെ തെളിവെടുപ്പാണ് ഇപ്പം നടക്കുന്നത്. അന്നത്തെ പ്രശ്നം അന്ന് തീർന്നുവെന്ന് ഞാൻ കരുതിയതാണ്. എന്ത് തെളിവെടുപ്പ് മോളെ? വല്യമ്മയ്ക്ക് വിഷം കൊടുത്താൽ പ്രശ്നമില്ലേ? അതിനിപ്പോൾ ദേവിയാനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ മോളെ. ഇത് പോലീസ് കേസാക്കാത്തതിൻ്റെ കാര്യം ഇപ്പോഴാണ് മനസ്സിലായത്. ആ കിളവൻ തെളിവെടുപ്പ് എടുക്കുകയാണ്. ആ കിളവൻ്റെ കൂടെ പ്രശസ്ത സൈക്കോളജിസ്റ്റുമുണ്ട്. എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം അവർ കണ്ടുപിടിക്കും. ഈശ്വര, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? ഇക്കാര്യം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാമായിരുന്നു. എങ്ങനെ മാറി നിൽക്കും അമ്മേ? ഇത് കടം കൊടുക്കാനുള്ളതല്ലല്ലോ. എങ്കിലും മോളെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറ്റാമായിരുന്നു. അമ്മേ, ആകെ അരമണിക്കൂർ തന്നിരിക്കുകയാണ്. ആലോചിച്ചും കണ്ടു മാത്രം ഉത്തരം പറയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമ്മേ, അവർ ഹിപ്നോട്ടിസം ചെയ്യുമോ? ആ സമയത്ത് ഞാൻ സത്യങ്ങളെല്ലാം പറയില്ലേ? എല്ലാം നമുക്കാണല്ലോ അമ്മേ തിരിച്ചടിയാവുന്നത്. നവ്യയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കിയതാണ്, അത് വല്യമ്മയ്ക്ക് കിട്ടി. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം അമ്മേ. മോൾ ടെൻഷൻ അടിക്കാതിരിക്കെ, ഞാനൊന്ന് വേണുവേട്ടനെ വിളിച്ച് നോക്കട്ടെ. ശരി അമ്മേ, എത്രയും പെട്ടെന്ന് വിളിക്കണേ. ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഫോൺ കട്ടാക്കുകയാണ്. അനാമികയാണെങ്കിൽ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. പിന്നെയാണ് കഥയുടെ ട്വിസ്റ്റ് കാണിക്കുന്നത്. അനാമിക ഫോൺ കട്ട് ചെയ്ത സമയത്ത് തന്നെ ഒളിഞ്ഞു നിൽക്കുന്ന ദേവയാനിയെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ദേവയാനി എല്ലാ കാര്യങ്ങളും അറിയുകയാണ്. അങ്ങനെ അനാമികയെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ് ദേവയാനി. മുത്തശ്ശൻ തെളിവെടുപ്പ് നടത്തുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ് പത്തരംമാറ്റിൽ ഇനി വരാൻ പോകുന്നത്.